السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ثم المعاني سبعة للرائي علمه المحيط بالأشياء. ഇപ്പൊ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാജിബായ സിഫാത്തുകളിൽ രണ്ട് ഇനം സിഫത്തുകൾ പറഞ്ഞു. ഒന്ന് നഫ്സിയായ സിഫത്ത്, അത് വുജൂദ് തന്നെ ഉള്ളൂ. പിന്നെ 5 സെൽബിയ സിഫത്തുകൾ: ഖിദം, ബഖാഅ്, മുഖാലഫത്തുൽ ലവാദിസി, ഖിയാമു ബിൻ നഫ്സ്, വഹദാനി. ഇനി മൂന്നാമത്തെ ഇനം സിഫത്തുകളാണ് പറയുന്നത്, മഅനിയ സിഫത്ത്. സാലിസൻ, മൂന്നാമതായിട്ട് സിഫാത്തുൽ മഅനി എന്ന് പറഞ്ഞാൽ നഫ്സിയ് സെൽബി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തേത് മഅനിയാണ്. വലമ്മ ഫറഗ, മുസന്നിഫ് തങ്ങൾ വിരമിച്ചു കഴിഞ്ഞപ്പോൾ, മിനൽ കലാമി അല സിഫാത്ത് സൽബിയ, സിഫാത്ത് സൽബിയത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച. അതിന്റെ മുമ്പ് ഏത് പറഞ്ഞാണ്? നഫ്സിയ പറഞ്ഞാണ്. അത് അതിന്റെ ശേഷമാണല്ലോ സൽബിയ പറഞ്ഞേ. അപ്പൊ സെൽബിയ സിഫത്ത് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം മുസന്നിഫ് തങ്ങൾ പ്രവേശിച്ചു ഫി ബയാനി സിഫാത്തിൽ മഅനി. മൂന്നാമത്തെ ഇനം സിഫത്താവുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും മുഅ്തസിലത്തും തമ്മിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ തർക്കമുള്ളതുമായ സിഫത്തുകളാണ് മഅനിയാസ്. അഹ്ലുസുന്നത്തിൽപ്പെട്ട അശാഇറത്തും മാതുരിദിയത്തും അല്ലാഹു തആലാക്ക് മഅനിയായ സിഫത്തുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, മുഅ്തസിലത്ത് പറയുന്നത് അങ്ങനെ ഒരു സിഫത്ത് അല്ലാഹുക്ക് ഇല്ല. അതേ സമയത്ത് നഫ്സിയ സിഫത്തിനെ പറ്റിയോ സൽബിയ സിഫത്തിനെ പറ്റിയോ ഒടൂന് വരുന്ന മാനവീയ സിഫത്തിനെ പറ്റിയോ അവർക്ക് തർക്കമില്ല. അവർക്ക് തർക്കമുള്ളത് മാനവീയ സിഫത്തിനെ പറ്റിയാണ്. മുഅ്തസിലത്തിന് അവർ പറയുന്ന ഇല്ല. അതിന്റെ കാരണം എന്താ? അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന സിഫത്തുകളാണ് മാനവീയ സിഫത്ത്. അള്ളാഹുവിന്റെ ദാത്ത് ഖദീമാകൽ വുജൂബാണെങ്കിൽ അത് അവരും അംഗീകരിക്കുന്നുണ്ട്. ദാത്ത് ഖദീം തന്നെ. ഖദീമാണെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിൽ നിൽക്കുന്ന സിഫത്തുകളും ഖദീമായിരിക്കണം. ആയിക്കോട്ടെ, അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ ദാത്ത് ഖദീമായതുപോലെ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളും ഖദീമാണ്. പക്ഷെ അവര് പ്രശ്നം കാണുന്നതല്ല. 7 മഅനിയായ സിഫത്തുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിൽ നിലകൊള്ളുന്ന സിഫത്തുകളാണ്. ദാത്ത് വേറെ, സിഫത്ത് വേറെ. അങ്ങനെ വരുമ്പോ അള്ളാഹുവിന്റെ ദാത്താവുന്ന ഒരു ഖദീമ് വാജിബായ മഅനിയായ 7 സിഫത്തുകളും അശാഇറത്തിന്റെ അടുക്കൽ, മാതുരിദിന്റെ അടുക്കൽ തക്വീൻ എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ ഒരു സിഫത്ത്. അങ്ങനെ വരുമ്പം 8 അല്ലെങ്കിൽ 9 ഖദീം ഉണ്ടാവും. അപ്പൊ ഖുദമാ തഅദ്ദുദ് ചെയ്യൂലേ? ഇപ്പൊ ശിർക്കാവൂലേ? ഖദീമായവൻ ഒരുവനാണ്. അതാരാണ്? അള്ളാഹു തആലയാണ്. ആ അള്ളാഹുവിന്റെ ദാത്ത് ഖദീമാണെന്ന് എല്ലാവരും സമ്മതിച്ചു. ഇനി മഅനിയ സിഫത്തുകളും കൂടി ഖദീമാണെന്ന് വന്നാൽ 7 1 8 ഖദീമില്ലേ? മാതുരിദിന്റെ അടുത്ത് 8 1 9. അപ്പൊ ഖുദമാവിന്റെ തഅദ്ദുദ് വരുമല്ലോ. ഖുദമാവിന്റെ തഅദ്ദുദ് വന്നാൽ ശിർക്കാവൂലേ? അതിനവര് പറയാ നസാറാക്കള് 3 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ മുശ്രിക്കായെങ്കിൽ 8 ഉണ്ട് എന്ന് അറിയണ അശാഇറത്ത് പിന്നെ മുശ്രിക്കാവുള്ളൂ, അതിന്റെ മേലെ പോണ്ടേ എന്നൊക്കെ വാചാലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കും. 8 ദാത്ത് ഉണ്ടാകുകയാണെങ്കിൽ ശിർക്ക് തന്നെയാണ്. അതേ സമയത്ത് 8 ദാത്തല്ലല്ലോ അശാഇറത്ത് പറയുന്നത്. ഒരു ദാത്തും ആ ദാത്തിൽ കായിമാവുന്ന 7 സിഫത്തുകളും മറ്റൊരു 8 സിഫത്തുകളും ഒക്കെ ദാത്തിൽ കായിമാവുന്നത്. അതുകൊണ്ട് ഇവിടെ തഅദ്ദുദ് വരുന്നത്. അവിടെ തഅദ്ദുദ് ഇപ്പൊ നമ്മൾ ഒരു സെയ്ദ്, അദ്ദേഹം നല്ല ആലിമാണ്, നല്ല ഒനിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആലിമ് ഇൽമ് എന്ന സിഫത്തുള്ളവനാണ്, ഖിന എന്ന സിഫത്തുള്ളവനാണ്. ഇപ്പൊ സെയ്ദ് 2 ആളായോ? സെയ്ദ് 2 ആളാണില്ലല്ലോ. അതിന് 2 സിഫത്ത് ഉണ്ട് എന്നല്ലേ? ഇത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് ഒറ്റൊന്നേ ഉള്ളൂ. ആ ദാത്തിന് ഖദീമായ വാജിബായ സിഫത്ത്, അല്ലെങ്കിൽ പിന്നെ എന്ത് പറയേണ്ടി വരും? സിഫത്ത് ഹാജിസാണെന്ന് പറയേണ്ടി വരും. ഹാജിസായ സിഫത്ത് ഖദീമായ ദാത്തിൽ നിലകൊള്ളൂല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന അറിയാം. എല്ലാവരും എന്ന് പറഞ്ഞാൽ അശാഇറത്തും മാതുരിദിയത്തും അവരും സമ്മതിക്കുന്നത്, അതുപോലെ മുഅ്തസിലത്തും സമ്മതിക്കുന്നുണ്ട്. ആട്ടെ, അപ്പൊ വലിയ തർക്കം നടന്ന കലാമ് അള്ളാഹുവിന്റെ സിഫത്താണോ മഖ്ലൂഖാണോ എന്ന തർക്കമൊക്കെ ഇതിമെന്ന് വരുന്ന 7 സിഫത്തിനെ പറ്റി അവർക്ക് തർക്കമുണ്ട്. ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സമ്മ, ബസർ, കലാം, ഈ 7 സിഫത്തിനെയും അവര് ഇൻകാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ ഒച്ചപ്പാടില്ലാത്തത് സിഫത്തായിട്ടില്ലെങ്കിലും ദാത്തിന് ആ ഗുണങ്ങളുണ്ട് എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. അതേ സമയത്ത് കലാം സമ്മതിക്കണില്ല. അപ്പൊ അതിന്റെ തർക്കമൊക്കെ ഇവിടുന്ന് മഅനിയ സിഫത്തുകൾ ഉണ്ടോ അല്ലാഹുവിന് എന്നോർത്തുന്ന. ആട്ടെ, എന്ന എന്ത് ആദ്യം
സെൽബിയ സിഫ്ത്ത് പറഞ്ഞ് മാനിയ സിഫ്ത്ത് പറഞ്ഞാ പോരെ സെൽബിയ സിഫ്ത്ത്. എന്നാൽ സെൽബിയ സിഫ്ത്തിനെ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് മാനിയ സിഫ്ത്ത് പറയാൻ പോണത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ലി അന്നഹ ഈ സെൽബിയ സിഫ്ത്തുകൾ മിംബാബി തഹ്ലിയ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അത്തഹ്ലിയത്തു ബഅദ തഹ്ലിയത്തിന അത്തജ്ലിയത്തു അത്തഹ്ലിയത്തു എന്ന് പറയാം. അത്തഹ്ലിയത്തു ബഅദ തഹ്ലിയത്തി. ഇപ്പൊ ഒരു ബോർഡിൽ നമ്മളൊരു ചിത്രം വരക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ബോർഡ് ഡസ്റ്റർ എടുത്തിട്ട് നന്നായി തുടച്ച് അതിലുള്ള കള്ളിയും പുള്ളിയും അഴുക്കും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കണ്ടേ? എന്നിട്ട് ആ വൃത്തിയാക്കിയ ബോർഡുമ്മലല്ലേ ചിത്രം വരക്കേണ്ടത്? എന്നതുപോലെ സെൽബിയ സിഫ്ത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് യോജിപ്പില്ലാത്ത നഖസിന്റെ ഐബിന്റെ സിഫ്ത്തുകളെ തുടച്ചു മാറ്റി ഇല്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനി പറയുന്നത് ഖുദ്റത്തും ഇറാദത്തും ഇൽമും ഹയാത്തും സമ്മും ബസറും കലാമുമാവുന്ന ജമാലിയത്തിന്റെയും കമാലിയത്തിന്റെയും സിഫ്ത്തുകളെ കൊണ്ട് തന്നെ അലങ്കരിക്കുക. അപ്പം ക്ലീൻ ചെയ്തതിന് ശേഷമല്ലേ അലങ്കരിക്കല്. അപ്പൊ അതുകൊണ്ട് ആദ്യം സെൽബിയ പറഞ്ഞു, അത് കറിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി മായനി പറഞ്ഞിട്ട് അലങ്കരിക്കുക. അത് അവൽ മാനിയും ഭാവി തഹ്ലിയ അലങ്കരിക്കുന്ന വാർത്ത വിട്ടാൽ. പക്ഷേ തഹ്ലിയ ഏതും ആദ്യം ശുദ്ധിയാക്കുന്നതിന്റെ വൃത്തിയാക്കുന്നതിന്റെ ശേന് അന്തുഖദ്ദമ അല തഹ്ലിയ അലങ്കരിക്കുന്നതിന് മുമ്പ് ആദ്യം വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് അലങ്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫഖാല സുമ്മൽ മായനി അഥവാ നഫ്സിയ സിഫ്ത്ത് ആദ്യം പറഞ്ഞു, പിന്നെ സെൽബിയ സിഫ്ത്ത് കഴിഞ്ഞിട്ട് മായനിയ സിഫ്ത്തുകൾ. സെൽബിയ സിഫ്ത്ത് ഏതിൽപ്പെട്ടതാണ്? തഹ്ലിയത്തിന്റെ ഒപ്പുപെട്ട. ആ തഹ്ലിയത്ത് കഴിഞ്ഞിട്ട് തഹ്ലിയത്തിന്റെ ഒപ്പിലാണ് മായനിയ സിഫ്ത്ത് എന്ന് പറഞ്ഞാൽ നഫ്സിയായ ഒരു സിഫ്ത്തും സെൽബിയ 5 സിഫ്ത്തുമാവുന്ന 6 സിഫ്ത്തുകൾ നീ മനസ്സിലാക്കി കഴിയുമ്പോൾ ഫയജബ് അലൈക അടുത്തതായിട്ട് നിനക്ക് ഉജൂബാവുന്നത് മാരിഫത്തു സിഫാത്തി ഇനിയുള്ള സിഫ്ത്തുകൾ അറിയാം. ഏത് സിഫ്ത്ത്? അൽ മുസമ്മാത്തി ബിൽ മആനി മആനിയായ സിഫ്ത്തുകൾ. ഒന്നാമത്തെ സിഫ്ത്ത് നഫ്സിയ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദാത്തിന്റെ മേലെ അറിയിക്കുള്ളൂ, സായിദായ ഒരു മാനിന്റെ മേലെ അറിയിക്കുന്ന ആളോട് നഫ്സിയ. രണ്ടാമത്തെ സെൽബിയ എന്ന് പറയാൻ കാരണം അള്ളാഹുവിന് ലായിഖല്ലാത്ത ഐബിന്റെ നഖ്സിന്റെ സിഫ്ത്തുകളെ സെൽബ് ചെയ്യായതുകൊണ്ട് സെൽബിയ. ഇപ്പോ ദാത്തിന്റെ നേരെ മുക്കാബിലെ പറയുന്നതാണ് സിഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ സിഫത്ത് 3 സിഫത്ത് തന്നെ, നഫ്സിയത്തും സിഫത്ത് തന്നെയാണ്, സെൽബിയത്തും സിഫത്ത് തന്നെയാണ്, മാനവിയത്തും സിഫത്താണ്. കണ്ടോ? അപ്പൊ ഇസ്തിലാഹിൽ കുല്ലു സിഫത്തിൻ ഖായിമത്തിൻ ബിമൗസൂഫിൻ സായിദത്തിൻ അല ദാത്ത് ആണ് ഇസ്തിലാഹിൽ. ദാത്തിനേക്കാൾ സായിദയായതും മൗസൂഫായ ദാത്തിൽ നിലകൊള്ളുന്നതുമായ സിഫത്ത് അതോടുകൂടി മൂജിബത്തുൽ ലഹു ഹുക്മൻ ആ ദാത്തിന് ഹുക്മ മുജൂബായതുമാണ്. എന്ന് പറഞ്ഞാൽ ഈ സിഫത്തുകളിൽപ്പെട്ട ഒറ്റ സിഫത്തും ഇല്ലാതിരിക്കാൻ പാടില്ല, ഉണ്ടാകൽ വുജൂബാണ്. അങ്ങനെ വരുമ്പോ വൈകാന മദ്ലൂലു മുറാദുഹും അല്ല ഫയജിബു അലൈക മാരിഫത്തു സിഫാത്തുൽ മുസമ്മാത്തി ബിൽ മആനി. കാരണം എന്താ? ലിഅന്ന കുല്ല വാഹിദിൻ മിൻഹാ ഈ 7 സിഫ്ത്ത് ഉണ്ട് മാനി. ഈ 7 സിഫ്ത്തുകൾക്ക് മാനിയായ സിഫ്ത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ? മാനിയായ സിഫ്ത്ത് എന്ന് പറയാൻ കാരണം കുല്ല വാഹിദത്തി മിന്ന ഈ 7 സിഫത്തുകളിൽപ്പെട്ട ഓരോ സിഫത്തും മാനൻ ഒരു സിഫത്താണ്. പടപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അർളാണെന്നാ പറയാ. അള്ളാഹു തആലാനെ പറ്റി അർള് എന്ന് അറിയില്ല. കാരണം എന്താ? അർള് 2 ആനിൽ നിലക്കൂല, ഒരു ആനിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അള്ളാഹുക്ക് പറ്റൂല. അതിന്റെ പകരം അള്ളാഹിനെ പറ്റി പറയുമ്പോൾ സിഫത്ത് എന്ന് പറയാം. അതിനാണ് മാന എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന ഒരു മാനയാണ്. ഇൽമുള്ളത് കൊണ്ട് അള്ളാഹു തആലാന്റെ പരിശുദ്ധ ദാത്ത് ഇൽമ് എന്ന സിഫത്ത് കൊണ്ട് മുത്തസിഫാണ്. ഇങ്ങനെ 7 സിഫത്തും ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സമ്മ, ബസർ, കലാം ഈ 7 മാന അള്ളാഹുവിന്റെ ദാത്തിൽ ഖായിമാണ്. അപ്പൊ ഈ നഫ്സ് ഖദീമാണെങ്കിൽ ഹാദിസും ആവാം ഖദീമും ആവാം. അതാ في نفس هذا قائم بذاته تعالى ومراد بصفات المعاني الصفات الوجودية. معاني സിഫത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല സെൽബിയ സിഫത്ത് പോലെയല്ല, വുജൂദിയ സിഫത്താണ്. എന്ന് പറഞ്ഞാൽ ഇഷാറത്ത് അന്നഹ തസിഹു ഇഷാറത്തു ഇലൈഹ വതസിഹു റുയതുഹാ ലൗ ഉസില അൽ മാനി അന്ന. നമുക്കിപ്പോൾ കാണാത്ത മാനിയുള്ളതുകൊണ്ടാണ്. ആ മാനി എനിക്ക് കാണാൻ പറ്റുന്നതും ഇഷാർത്ത് ചെയ്യാൻ പറ്റുന്നതും ആയതുകൊണ്ടാണ് വുജൂദിയത്ത് എന്ന് പറഞ്ഞത്. ഇനി പറയുന്ന മാനവിയ സിഫത്ത് ഉണ്ട്. മാനവിയ സിഫത്ത് അത് കാണാൻ കഴിയൂല. ഹാലുൻ വെറും ഹാലാണ്.
ഫലം ദറത്തിൽ വജൂദി അൽ മുസഹിൽ റുയ്യ, കാണാൻ പറ്റുന്ന അരക്കുള്ള വജൂദിൽ എത്തിയിട്ടില്ല. എന്നാ അതും മഹലാണോ? അതുമല്ല. ഹാലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഹാലില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഹാലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സൃഷ്ടികളൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത് മാനവിയായ ഖാദിർ, മുരീദ്, ആലിമ്, അയ്യ, സമീയ, ബസീർ, മുത്തഖല്ലിം എന്ന് പറയുന്ന സൃഷ്ടികൾ ഇല്ല എന്ന് പറയേണ്ടി വരും. അത് ഹാലുണ്ട്. പക്ഷെ അത് മഹല് മൗജൂദും അല്ല, മഹല് മഅദൂമും അല്ല. അതിന്റെ ബൈനിലാണ് ഹാല് എന്ന് പറഞ്ഞാൽ ഇഷാറത്ത് കൊണ്ട് കാണിക്കാനോ കണ്ണുകൊണ്ട് കാണാനോ പറ്റുന്ന ദർജയിലേക്ക് വജൂദിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ അല്ലത്തി ലഹാ വജൂദും ഫീ നഫ്സിഹാ, ഫീ നഫ്സിൽ വജൂദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഇസ്തിഖ്ലാൽ ഉണ്ട് എന്ന്. ഫലൈസ തഅല്ലുഖുഹാ താബിയൻ ലിതഅഖുലുഹാ താബിയൻ ലിതഅഖുലി ഷൈഇൻ. വേറൊന്ന് മനസ്സിലാക്കിയെങ്കിലേ മനസ്സിലാവൂ എന്ന് പറയുന്ന ഇളാഫി പോലെയല്ല. അത് സ്വന്തം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അത് ഖദീമും ആവാം ഹാദിസും ആവാം. ഏതുപോലെ ഉദാഹരണം കഇൽമിഹി തആല വഖുദ്റതിഹി, അല്ലാഹുവിന്റെ ഇൽമ് എന്നതും അല്ലാഹുവിന്റെ ഖുദ്റത്ത് എന്നതും ഖദീമാണ്. ഏതുപോലെ അല്ലാഹുവിന്റെ ദാത്ത് ഖദീമായതുപോലെ അല്ലാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്ന സിഫത്ത്, ഇൽമ് എന്ന് പറയുന്ന സിഫത്ത് ഖദീമാണ്. നമ്മളെ സംബന്ധിച്ചോ നമ്മളെ ദാത്ത് തന്നെ ഹദീസാണ്. അപ്പൊ നമ്മളെ ഇൽമ് ഹദീസാണ്, നമ്മളെ ഖുദ്റത്ത് ഹദീസാണ്. എന്നതുപോലെ ബയാള് സവാദ് പോലത്തത് ഹദീസാണ്. അപ്പൊ ഈ ബയാള് സവാദ് പോലത്തും എന്തെന്നെയാണ്? സിഫ്ത്ത് തന്നെ. നമ്മളെ ഖുദ്റത്തും ഇൽമും അതും സിഫ്ത്ത് തന്നെയാണ്. അള്ളാന്റെ ഇൽമും ഖുദ്റത്തും അതും സിഫ്ത്ത് തന്നെ. ഇതൊക്കെ വുജൂദിയായ സിഫ്ത്തുകൾ നാം പറയുകയും ചെയ്യാം. വുജൂദിയായ സിഫ്ത്തുകൾ പറഞ്ഞാൽ ഫീ നഫ്സിൽ വുജൂദുണ്ട്, മാനിയില്ലെങ്കിൽ കാണാൻ പറ്റും, ഹെസ്സിയായ ഇശാർത്ത് സഹിയാവും. അങ്ങനെ ഇനി ഫഇൻകാന മദ്ലൂലുഹാ വൽ ഹാസിലു, ആകത്തുക പറഞ്ഞാൽ അന്ന സിഫാത്തി, അല്ലാഹുവിന്റെ സിഫത്തുകൾ ഇൻകാനത്ത് വുജൂദിയതൻ, അത് ഹെസ്സിയായ ഇശാർത്ത് സഹിയാവുന്ന നിലക്കും മാനയില്ലെങ്കിൽ റുയ്യത്ത് സഹിയാവുന്ന നിലക്കുള്ള വുജൂദിയായ സിഫത്താണെങ്കിൽ സുമ്മിയത്ത്, ആ സിഫത്തുകൾക്ക് പേര് പറയും സിഫാത്ത മാനിൻ, മാനിയായ സിഫത്തുകൾ എന്ന് പറയും. ഇനി അങ്ങനെയല്ല, വൈലം തക്കുൻ, ഈ സിഫത്തുകൾ ആയിട്ടില്ലെങ്കിൽ വുജൂദിയല്ല, വുജൂദി അല്ലാത്ത പിന്നെ പലതും ആകാം. അപ്പൊ അവിടെ നോക്കാം ഫൈൻകാന മദ്ലൂലുഹാ, ഈ സിഫത്ത് വുജൂദി അല്ലാത്ത സിഫത്തിന്റെ മാനകള് അദ്മ അംരിൻ ലാ യലീഖു, അള്ളാഹുവിനോട് ലായിഖല്ലാത്ത ഒരു കാര്യം ഇല്ല എന്നറിയിക്കുന്ന സിഫത്താണെങ്കിൽ ആ സിഫത്തിനാ സുമ്മിയത്ത് സൽബിയത്തൻ, സൽബിയ സിഫത്ത് എന്ന് പറഞ്ഞു. 5 സിഫത്ത് അതാ. വൈലം വെക്കും മദ്ലൂലുഹ അദമൻ, അതിന്റെ മദ്ലൂല് അദമൊന്നുമല്ല. അപ്പൊ അവിടെ നോക്കാം വൈകാനത്ത് വാജിബത്തൽ ഇദ്ദാത്തി മാ ദാമത്തി ദാത്തു വഗൈറ മുഅല്ലല ബില്ലത്തിൻ. ഫൈൻകാനത്ത് ആ സിഫത്താണെങ്കിൽ വാജിബത്തൽ ഇദ്ദാത്തി, ദാത്തിന് വുജൂബാണ്. ആ ദാത്ത് ഉണ്ടാവണമെങ്കിൽ ഈ സിഫത്തും വേണം. ആ നിലക്ക് ദാത്തിന് വുജൂബാണ്. ഇപ്പം മാദാമത്തി ദാത്തു, ഈ ദാത്തായിരിക്കുമ്പം വഗൈറ മുഅല്ലലത്തിൻ ബിഇല്ലത്തിൻ, ഒരു ഇല്ലത്ത് കൊണ്ട് മുഅല്ലലല്ലെങ്കിൽ ലാസിമും മൽസൂമും എന്നുള്ള അർത്ഥത്തിൽ, അല്ലാത്ത മറ്റേ ഇല്ലത്തെ നമ്മൾ പറയുന്നില്ല, ലാസിമും മൽസൂമാണ്. ഇനി പറയും സുമ്മിയത്ത് സിഫ്തൻ നഫ്സിയ, നഫ്സിയ സിഫത്ത് വുജൂദ് പോലെ, വഹാലൻ നഫ്സിയ, നഫ്സിയ ഹാല് എന്നോ നഫ്സിയ സിഫത്ത് എന്നോ ഒക്കെ പറയും. ഏതുപോലെ കൽ വുജൂദി, അള്ളാഹുവിന്റെ ദാത്തിന് വുജൂദ് എന്ന് പറഞ്ഞ സിഫത്ത് പോലെ. അള്ളാഹുവിന്റെ ദാത്തിന് വുജൂദി സിഫത്ത് തന്നെ നഫ്സിയാണ്. വുജൂദ് തന്നെ നഫ്സിനേക്കാൾ സായിദായ ഒരു വായനന്റെ മേൽ അത് അറിയിക്കുന്നില്ല. എന്നാ ഒരു വസ്തുവിന്റെ സൽബും അല്ല. പടപ്പുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒക്കെ തഹയ്യുസി, ഏതെങ്കിലും ഒരു മക്കാനെ സ്വീകരിക്കുക, ഹയ്യിസിനെ സ്വീകരിക്കുക. ജിർമാണോ, ഏത് തരത്തിലുള്ള ജിർമാണെങ്കിലും അതിനൊരു ഹയ്യിസ് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ നഫ്സിയാസിഫത്താണ്. ജിർമിന്റെ നഫ്സിയാസിഫത്താണ് തഹയ്യുസ് എന്നത്. അതുപോലെ തന്നെ ഖബൂലുഹുൽ അറാദി, ഈ ജിർമിന്റെ മറ്റൊരു സിഫത്താണ് അർളുകളെ കബൂലാക്കുക. ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒന്നല്ലെങ്കിൽ ഒന്ന്, അർളുകളെ കബൂലാക്കുക എന്നതുപോലെ. ഇനി അങ്ങനെയല്ല, വൈകാനത്ത് മുഅല്ലലതൻ ബിഇല്ലത്തിൻ, ഒരു ഇല്ലത്ത് കൊണ്ട് ഇല്ലത്താക്കപ്പെട്ടതാണെങ്കിൽ നമ്മള് ഫലാസിഫത്ത് പറയുന്ന ഇല്ലത്ത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഇല്ലത്തില്ല. പിന്നെ ലാസിമ മൽസൂം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ബിഅൻകാനത്ത് ആ സിഫത്താണ് വാജിബത്തൽ ലിസ്സാത്തി, അള്ളാഹുവിന്റെ ദാത്തിന് വാജിബാണ് സിഫത്ത്. എപ്പം മാദാമത്ത് ഇല്ലത്തുഹാ, അതിന്റെ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മൽസൂം ഉണ്ടാവുന്നിടത്തോളം സിഫത്താവുന്ന ലാസിമ് ഉണ്ടായിരിക്കും. വൽ മുറാദു ബിൽ മഅലൂൽ അൽ ലാസിം വൽ മുറാദു ബിൽ ഇല്ലത്തി അൽ മൽസൂം. ആ അർത്ഥത്തിന്
ലാസിമ മൽസൂമ് എന്നുള്ള അർത്ഥേ ഉള്ളൂ. സുമിയത്ത് മാനവിയ, അതിനാണ് ഇപ്പൊ മാനവിയ എന്നത്. അതുപോലെ ആലിമീയത്തി, ആലിമായിരിക്കുക, അറിവുള്ളവനായിരിക്കുക. വൽ ഖാദിരിയത്തി, ഖുദ്റത്തുടയവനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഐ കൗനുദാത്തിൽ മുത്തസിഫത്ത് ബിൽ ഇൽമി, ഇൽമു കൊണ്ട് മുത്തസിഫായ സിഫത്ത് ആയിരിക്കുക, ആലിമത്തൻ ഇൽമുടേതായിരിക്കുക. വകൗനുദാത്തിൽ മുത്തസിഫത്ത് ബിൽ ഖുദ്റത്തി, ഖുദ്റത്ത് കൊണ്ട് മുത്തസിഫായ സിഫത്ത് ദാത്തായിരിക്കുക, ഖാദിറത്തൻ ഖുദ്റത്തുടേതായിരിക്കും. ഇതിന് മആനി എന്ന് പറയാൻ കാരണം നിസ്ബത്തുൻ ഇലൽ മആനി, മആനി എന്ന് പറഞ്ഞാൽ മആനിയിലേക്ക് നിസ്ബയാണ്. മആനി എന്ന് വഹിയ, ഇങ്ങനെയുള്ള മആനിയായ ലാസിമു മൽസൂമു ബന്ധത്തിലുള്ള ഈ മആനിയായ സിഫത്തുകൾ മൊത്തത്തിൽ സബഅത്തുൻ, 7 അശായറത്തിന്റെ അടുക്കൽ. എന്നാ മാതുരിദിയത്തും സുന്നികൾ തന്നെയാണല്ലോ, ഓരോടുക്കൽ 8 ഉണ്ട്. തക്വീൻ എന്ന് പറഞ്ഞിട്ടൊരു സിഫത്താറുണ്ട്. ആർക്കില്ല റായി എന്നാ നോക്കി കാണുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ദാത്തിന് വാജിബായ 7 മആനിയായ സിഫത്തുകളുണ്ട്. നാളിർ എന്ന് പറഞ്ഞാൽ മുതഅമ്മിൽ, കാര്യങ്ങൾ വേണ്ടതുപോലെ ചിന്തിച്ച് ഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഇനി ഏതാണത്? സുമ ബസറഹ ബിഖൗലി, അവിടെ നിൽക്കട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.